സ്വാഗതം. സായനായിട്ട് അരക്കട വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. എന്തുകൊണ്ടാണ് താങ്കൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോൾ താങ്കളോട് ആശയവിനിമയം നടത്താത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യം? ഇത് നോക്കാനായിട്ട് ഞാൻ 2 ഡെക്കുകൾ ഉപയോഗിക്കും. താങ്കളൊരു ഡെക്കിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യണം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത്. രണ്ടാമത്തെ കാര്യം, അവരെന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ. ഇതാണ് കാർഡ് എ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റൈഡർ ആൻഡ് വൈറ്റ് ഡെക്ക് ഉപയോഗിക്കുകയാണ്. ഇതിൽ നിന്നും ഞാൻ താങ്കൾക്ക് 2 കാർഡ് എടുക്കാം. എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ സംസാരിക്കാത്തത്? ഓക്കെ, അവരെന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ഒന്ന് കാരണം, 2 എന്തെങ്കിലും ഭയമുണ്ടോ അവർക്ക് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ പറയുക ഇത് എ, ഇത് ബി. ഇതാണ് താങ്കൾ ചൂസ് ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് അവർ താങ്കളോട് സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് വോൺസ് എന്ന് പറയുന്നൊരു കാർഡാണ്. 6 ഓഫ് വോൺസ് പറഞ്ഞാൽ ഒരു വിജയത്തിൻ്റെ കാർഡാണ്. പൊതുവേ 6 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡ് വരുമ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും അതിൽ ആ വ്യക്തി വിജയിക്കുകയും ചെയ്യുമ്പോൾ ആ സന്തോഷത്തിൽ മതിമറന്ന് പലരോട് ആശയവിനിമയം നടത്താറില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ജോലി ലഭിക്കുക, അല്ലെങ്കിൽ ബിസിനസ് വിജയം നേടുക, ആഗ്രഹിച്ച എന്തെങ്കിലും സ്വന്തമാക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ ആ വ്യക്തി കമ്മ്യൂണിക്കേഷൻ ചെയ്യാറില്ല. ഇതാണ് കാരണം എന്നാണ് പറയുന്നത്. ഇനി ഈ കാർഡാണ് താങ്കളെടുത്തെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ആശയവിനിമയം നടത്താത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് റീസൺ നോക്കാം. ഇതും വളരെ സർപ്രൈസിംഗ് ആയിട്ട് 4 ഓഫ് വോൺസ് പറയുന്ന കാർഡാണ്. ഇത് 6 ആണെങ്കിൽ അത് 4 ആണ്. ഇത് ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഈ കാർഡിൽ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് കാണുന്നത്. പൊതുവേ നമ്മൾ എൻഗേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്, പക്ഷേ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡെക്കിലും ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളോട് ഇപ്പോൾ ആ വ്യക്തി ആശയവിനിമയം നടത്താത്ത ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സക്സസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്തോ നേടിയിട്ടുണ്ട്, ആ നേട്ടം കൊണ്ടാണ് ആ വ്യക്തി മിണ്ടാത്തത്. രണ്ടാമത്തെ കാർഡ്, അവരെന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് വന്ന കാർഡ് ഏതാണ്? നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേജ് എന്ന് പറയുന്ന ആൾ റിസ്ക് എടുക്കുന്ന ആളാണ്. കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ്റെ കാർഡാണ്. അതായത് ഇമോഷണൽ എന്ന് പറയുന്ന ഒരു റിസ്ക് എടുക്കാൻ, അതായത് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി നെഗറ്റീവായിട്ട് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഭയം. ഈ വ്യക്തി കപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഈ വ്യക്തി പേടിക്കുന്നത്, അതായത് ഞാൻ ചാടിക്കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇതാക്കുക, അതായത് റിസ്ക് എടുക്കാനുള്ള ഭയം, അതായത് ഒരു സ്നേഹബന്ധത്തിൽ റിസ്ക് എടുക്കാനുള്ള ഭയം കൊണ്ടാണ് ആ വ്യക്തി മിണ്ടാത്തതെന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കാർഡ് എടുത്തെങ്കിൽ ഈ വ്യക്തി മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഇത് ഹീറോഫൻ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഹീറോഫൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം, സംസ്കാരം, സ്റ്റേറ്റസ് കോ എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. അതായത് ഈ വ്യക്തി എന്താ പറയുക, ഈ വ്യക്തിയുടെ ചുറ്റുമുള്ള ആളുകൾ സൊസൈറ്റിയെ ഭയപ്പെട്ടുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് ഇന്ന് രാത്രി തുടങ്ങുന്നതിന് മുമ്പ് താങ്കൾക്കായിട്ട് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. ഇതാണ് താങ്കൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കോമൻറ്റ് ചെയ്യുക. ഐ വിൽ സീ യു ടുമോറോ. താങ്ക് യു വെരി മച്ച്.